പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഡിസംബർ 5 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സ്കോച്ച് അവാർഡ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നവിസ് ഡിസംബർ 5 സത്യപ്രതിജ്ഞ ചെയ്യും. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 ഉപഗ്രഹം വിക്ഷേപിക്കാൻ ISRO. ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് രാജ്യതലസ്ഥാനത്ത് തുടക്കമായി. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഡിസംബർ 5 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സ്കോച്ച് അവാർഡ്. ഇതൊരു വാർത്തയാണ്. ഹിന്ദു പത്രത്തിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് സ്കോച്ച് അവാർഡ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗതാഗത മേഖലയിൽ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലെ മികവിന് സ്കോച്ച് അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള ഏത് സംഘടനയാണ്? കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു നാഷണൽ അവാർഡ് ആണ് സ്കോച്ച് അവാർഡ്. പല മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് നൽകുന്ന അവാർഡ് ആണ് സ്കോച്ച് അവാർഡ്സ്. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എക്സലൻസ് ഇൻ ഓഫറിംഗ് സർവീസസ് ടു ദി പബ്ലിക് ഇൻ ദി ട്രാൻസ്പോർട്ട് സെക്ടർ. ഗതാഗത മേഖലയിൽ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലെ മികവിനാണ് സ്കോച്ച് അവാർഡ് കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ഡയറക്ടർ ആരാണ്? MP റാം നവാസ്. MP റാം നവാസ് ആണ് കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി സ്കോച്ച് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. കൊച്ചിൻ വാട്ടർ മെട്രോ ഇത് ആരംഭിച്ചിട്ടുള്ളത് 2023 ഏപ്രിൽ 25 അന്നാണ് കൊച്ചിൻ വാട്ടർ മെട്രോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 26 കൊച്ചിൻ വാട്ടർ മെട്രോ അതിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചു. ഇപ്പൊ കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ 25 കൊച്ചിൻ വാട്ടർ മെട്രോന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. സ്കോച്ച് അവാർഡ് ഏർപ്പെടുത്തിയ സംഘടന സ്കോച്ച് ഗ്രൂപ്പ്. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടിംഗ് ഫേം ആണ് സ്കോച്ച് ഗ്രൂപ്പ്. സ്കോച്ച് ഗ്രൂപ്പ് നൽകുന്ന ഒരു അവാർഡ് ആണ്. പബ്ലിക്കായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സർവീസ്, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അവാർഡ്സ് ആണ് നൽകുന്നത്. ഇതനുസരിച്ച് കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഫോർ ദി പബ്ലിക് എന്ന രീതിയിലുള്ള ഒരു അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദേവേന്ദ്ര ഫട്നവിസ് ടു ബി സ്വോൺ ഇൻ ആസ് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ഓൺ ഡിസംബർ 5. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നവിസ് ഡിസംബർ 5 സത്യപ്രതിജ്ഞ ചെയ്യും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, അതായത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫട്നവിസ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും? ദേവേന്ദ്ര ഫട്നവിസ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുന്നത്. ഇന്ന് ഡിസംബർ 5 ഇന്നാണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ആയിട്ട് ദേവേന്ദ്ര ഫട്നവിസ് സത്യപ്രതിജ്ഞ ചെയ്യുക. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിമാർ ആരായിരിക്കും? ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും. മഹാരാഷ്ട്രയ്ക്ക് ഇപ്രാവശ്യം 2 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഏക്നാഥ് ഷിൻഡെയും മറ്റൊന്ന് അജിത് പവാറുമാണ്. ഈ കഴിഞ്ഞ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആയിരുന്നു ഏക്നാഥ് ഷിൻഡെ. മഹാരാഷ്ട്ര ഗവർണർ ആരാണ്? CP രാധാകൃഷ്ണൻ. മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ ആണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിമാർക്ക് ഇന്ന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മഹാരാഷ്ട്ര സംസ്ഥാന അസംബ്ലിയിൽ എത്ര സീറ്റുകളുണ്ട്? 288 അംഗങ്ങൾ. 288 മെമ്പേഴ്സ് ഉള്ള ഒരു അസംബ്ലിയാണ് മഹാരാഷ്ട്ര അസംബ്ലി. ഇന്ന് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള അസംബ്ലി എന്ന് പറയുമ്പോൾ അത് UP ആണ്. കേരളമാണെങ്കിൽ 140 ആണ് അസംബ്ലി സീറ്റ്സ് ഉള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ISRO ടു ലോഞ്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് പ്രോബ 3 സാറ്റലൈറ്റ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 ഉപഗ്രഹം വിക്ഷേപിക്കാൻ ISRO. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണത്. ഇന്നലെ വിക്ഷേപിക്കേണ്ട ഒന്നായിരുന്നു പ്രോബ 3 എന്ന സാറ്റലൈറ്റ്. എന്നാൽ ഇത് ഇന്നത്തേക്ക് മാറ്റിവെച്ചു. ISRO ലോഞ്ച് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് പ്രോബ 3 സാറ്റലൈറ്റ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രോബ 3 മിഷൻ വിക്ഷേപണം ISRO ഏത് തീയതിയിലേക്ക് പുനഃക്രമീകരിച്ചു? 5 ഡിസംബർ 2024. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് പ്രോബ 3 എന്ന മിഷന്റെ ലോഞ്ചിങ് ഡേറ്റ് 4 ഡിസംബർ ആയിരുന്നു. എന്നാൽ അത് മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ISRO
വിക്ഷേപിക്കുകയാണ് പ്രോബ 3 എന്ന ISROയുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിക്ഷേപണം. പ്രോബ 3 ബഹിരാകാശ പേടകത്തിനായി ISRO ഉപയോഗിക്കുന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C59 വാഹനം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C59 വെഹിക്കിൾ ലോഞ്ച് വെഹിക്കിൾ ആണ് ISRO ഇന്ന് പ്രോബ 3 എന്ന സ്പേസ് ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. PSLV C59 പ്രോബ 3 പേടകം ഏത് രാജ്യത്തിൻ്റെതാണ്? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു സാറ്റലൈറ്റ് ആണ്, ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് പ്രോബ 3 എന്നത്. ഇതാണ് ഇന്ന് PSLV C59 എന്ന ലോഞ്ച് വെഹിക്കിളിലൂടെ ISRO ലോഞ്ച് ചെയ്യുക. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ISROയുടെ ചെറിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിന്റെ ദൂരപരിധി എത്രയാണ്? 500 കിലോമീറ്റർ. ISROയുടെ ഏറ്റവും ചെറിയ ഒരു ലോഞ്ച് വെഹിക്കിൾ ആണ് SSLV, അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതിന്റെ റേഞ്ച്, ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ വരെ 500 കിലോഗ്രാം പേടകങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള കപ്പാസിറ്റിയിലുള്ള ഒന്നാണ് ISROയുടെ SSLV, അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ ഇന്ന് ഡിസംബർ 5 പ്രോബ 3 എന്ന മിഷൻ ഇതിന്റെ ലോഞ്ചിങ് ആണ് ISRO. PSLV C59 എന്ന ലോഞ്ച് വെഹിക്കിളിലൂടെയാണ് ISRO ഈ ഒരു വിക്ഷേപണം നടത്താൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഏഷ്യൻ വിമൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഓപ്പൺസ് ഇൻ ദി നാഷണൽ ക്യാപിറ്റൽ. ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് രാജ്യതലസ്ഥാനത്ത് തുടക്കമായി. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ വിമൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത് രാജ്യമാണ് നടത്തുന്നത്? ഇന്ത്യയാണ് 2024, അതായത് 20ാമത്തെ ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള അതായത് ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യം വഹിക്കുന്നത്. 2024 ഡിസംബർ 3 മുതൽ ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? ഇന്ദിരാഗാന്ധി അരീന, ന്യൂഡൽഹി. ഡിസംബർ 3-ാം തീയതി ആരംഭിച്ച ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ഇത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അരീന എന്ന സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഇപ്പൊ ന്യൂഡൽഹിയിലാണ് ഡിസംബർ 3-ാം തീയതി ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത്? 8 ടീമുകൾ. 2 ഭാഗങ്ങളായിട്ട് 8 ടീം ആണ് ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ B ടീമിലാണ്. കഴിഞ്ഞ വർഷം ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് കൊറിയയാണ്. ഇന്ത്യൻ വനിതാ ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റൻ ദീക്ഷ കുമാരി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ വനിതാ ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ദീക്ഷ കുമാരി. ഇന്നത്തെ മറ്റൊരു ഇന്റർനാഷണൽ ന്യൂസ് ഹെഡിംഗ് ആണ്, നെതുംബോ നന്ദി എൻവൈത ബിക്കംസ് നമീബിയസ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ്. നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നെതുംബോ നന്ദി എൻവൈത. സൗത്ത് ആഫ്രിക്കയിലെ രാജ്യമായിട്ടുള്ള നമീബിയയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് നമീബിയയിലെ പുതിയ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് ആയിട്ട് നെതുംബോ നന്ദി എൻവൈത. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നെതുംബോ നന്ദി എൻവൈത. നെതുംബോ നന്ദി എൻവൈതയാണ് നമീബിയ രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നമീബിയ ഭരിക്കുന്നത്? സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷൻ. നമീബിയ എന്ന രാജ്യം ഇത് ആഫ്രിക്കയിലെ സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഈ ഒരു രാജ്യം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷൻ, സ്വാപ്പോ. ഇപ്പൊ സാപ്പോ ആണ് നമീബിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പാർട്ടി. ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ നമീബിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷമാണ്? 21 മാർച്ച് 1990. അപ്പൊ 1990 മാർച്ച് 21 ആണ് നമീബിയ എന്ന രാജ്യം സ്വതന്ത്രമായിട്ടുള്ളത്. നമീബിയ എന്ന രാജ്യം ഇത് ആഫ്രിക്കയിലെ സൗത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമീബിയയുടെ തലസ്ഥാനം ഏതാണ്? വിൻഡ്ഹോക്ക്. നമീബിയ എന്ന രാജ്യം ഇതിന്റെ തലസ്ഥാനമാണ് വിൻഡ്ഹോക്ക്. നമീബിയയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് നമീബിയയിലെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് ആയിട്ട് നെതുംബോ നന്ദി എൻവൈതയെ ഇലക്ട് ചെയ്തു. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ചൈന ഓപ്പൺസ് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്ക.
അന്റാർട്ടിക്കയിൽ ചൈന ആദ്യ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം തുറന്നു. ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. സ്പേസ് ആയി ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ചൈന ഓപ്പൺസ് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്ക. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അന്റാർട്ടിക്കയിലെ ഏത് കുന്നുകളിൽ ചൈന അതിന്റെ ആദ്യ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു? ലാസ്മാൻ ഹിൽസ്. അന്റാർട്ടിക്കയിലെ ഒരു ഹിൽ ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഹിൽ ആണ് ലാസ്മാൻ ഹിൽ. ലാസ്മാൻ ഹില്ലാണ് ചൈന തന്റെ ആദ്യത്തെ ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സ്റ്റേഷൻ, ആദ്യത്തെ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് ലാസ്മാൻ ഹിൽസിലാണ്. അന്റാർട്ടിക്കയിലെ ചൈനയുടെ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? ക്യുൻലിങ് സ്റ്റേഷൻ. ഓരോ രാജ്യങ്ങളും അന്റാർട്ടിക്കയിൽ ഗവേഷണ കേന്ദ്രങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് ചൈനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അന്റാർട്ടിക്കയിലെ റിസർച്ച് സ്റ്റേഷൻ ആണ് ക്യുൻലിങ് സ്റ്റേഷൻ. അന്റാർട്ടിക്കയിൽ ചൈന ആരംഭിച്ച ആദ്യത്തെ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? സോങ്ഷാൻ നാഷണൽ അറ്റ്മോസ്ഫിയറിക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേഷൻ എന്ന പേരിലാണ് ചൈന അന്റാർട്ടിക്കയിൽ ആരംഭിച്ചിട്ടുള്ള ദ ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സ്റ്റേഷൻ, സോങ്ഷാൻ നാഷണൽ അറ്റ്മോസ്ഫിയറിക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേഷൻ. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിൽ സജീവമായ 2 ഗവേഷണ കേന്ദ്രങ്ങൾ ഏതാണ്? മൈത്രി ആൻഡ് ഭാരതി. മൈത്രിയും ഭാരതിയുമാണ് ഇന്ത്യയുടെ 2 റിസർച്ച് സ്റ്റേഷൻസ് അന്റാർട്ടിക്കയിൽ. എന്നാൽ അതിനു മുമ്പ് മൈത്രി ആൻഡ് ഭാരതി ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻസ് ആയിരുന്നു ദക്ഷിൺ ഗംഗോത്രി. 1983 ദക്ഷിൺ ഗംഗോത്രി എന്ന ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ അന്റാർട്ടിക്കയിൽ സ്ഥാപിതമായിട്ടുള്ളത്. എന്നാൽ 90-91 ആ സമയങ്ങളിൽ ദക്ഷിൺ ഗംഗോത്രി എന്ന റിസർച്ച് സ്റ്റേഷൻ മഞ്ഞുമലയിൽ താഴ്ന്നു പോവുകയും ഇതനുസരിച്ചാണ് ഇന്ത്യ മൈത്രി എന്ന പുതിയ ഒരു സ്റ്റേഷൻ ആരംഭിച്ചത് 1989. പിന്നീട് 2012 ഭാരതി എന്ന പുതിയൊരു സ്റ്റേഷൻ കൂടി ഇന്ത്യ ആരംഭിച്ചു. ഇന്ത്യക്ക് ഇപ്പോൾ മൈത്രി, ഭാരതി എന്ന 2 റിസർച്ച് സ്റ്റേഷൻസ് ആണ് അന്റാർട്ടിക്കയിലുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് നേവി ഡേ 2024 റിമെമ്പറിംഗ് ഇന്ത്യൻ നേവീസ് ഓപ്പറേഷൻ ട്രിഡന്റ്. നേവി ദിനം 2024 ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ട്രിഡന്റിനെ അനുസ്മരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേന നാവിക ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? ഡിസംബർ 4. എല്ലാ വർഷവും ഇന്ത്യൻ നേവി ഡിസംബർ 4 നേവൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. എയർഫോഴ്സ് ആണെങ്കിൽ ഒക്ടോബർ 8 ഇന്ത്യൻ ആർമി ആണെങ്കിൽ ജനുവരി 15 ആ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ നേവി ആണെങ്കിൽ ഡിസംബർ 4. നവീകരണത്തിലൂടെയും സ്വദേശീവൽക്കരണത്തിലൂടെയും കരുത്തും ശക്തിയും ഏത് പ്രതിരോധ സേനയുടെ 2024 തീം ആണ്? ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ 2024 ഒരു തീം ആണ് സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജനൈസേഷൻ. നവീകരണത്തിലൂടെയും സ്വദേശീവൽക്കരണത്തിലൂടെയും കരുത്തും ശക്തിയും എന്ന തീം. ഓരോ വർഷവും ഓരോ ഡിഫൻസ് ഫോഴ്സിന് ഓരോ തീംസ് ഉണ്ടാകാറുണ്ട്. ഇതനുസരിച്ചാണ് നേവിക്ക് 2024 ഒരു തീം സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജനൈസേഷൻ. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ ട്രിഡന്റിന്റെ വാർഷികം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? ഡിസംബർ 4. എല്ലാ വർഷവും ഡിസംബർ 4 ഇന്ത്യൻ നേവി ഓപ്പറേഷൻ ട്രിഡന്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1971 വാർ അത് ഇന്ത്യ പാകിസ്ഥാൻ വാർ ആയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ ഇന്ത്യൻ നേവിയുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ട്രിഡന്റ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ട്രിഡന്റ്. ഇതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും നേവി നേവൽ ഡേ ഡിസംബർ 4 ആഘോഷിക്കുന്നത്. ഡിസംബർ 4 ആയിരുന്നു ഓപ്പറേഷൻ ട്രിഡന്റിന്റെ വിജയം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 26 ജനറൽ നോളേജും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.